നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ സന്ദീപ് ഭാര്യരെ മാസം 15 വരെ അറസ്റ്റ് ചെയ്തതെന്ന് കോടതി. റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് വീണ്ടും അപേക്ഷ നൽകി. PT കുഞ്ഞു മുഹമ്മദിനെതിരായ കേസിൽ തുടർ നടപടികൾക്കായി പോലീസ്. പരാതിക്കാരിയുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം സംവിധായകനെ ഉടൻ ചോദ്യം ചെയ്തേക്കും. അന്വേഷണ ചുമതല കണ്ടോൺമെന്റ് പോലീസിന്. എറണാകുളത്ത് ദുരൂഹ സാഹചര്യത്തിൽ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ ആൺസുഹൃത്ത് അറസ്റ്റിൽ. ചിത്രപ്രിയയെ കൊലപ്പെടുത്തിയതാണെന്ന് അലൻ സമ്മതിച്ചതായ വിവരം. കുറ്റകൃത്യം ചെയ്തത് മദ്യലഹരിയിലെന്ന് വെളിപ്പെടുത്തൽ. കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് 3 ദിവസമായി കാണാതായ പെൺകുട്ടിയെ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. വടക്കൻ കേരളത്തിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. വിധിയെഴുതുന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ. പോളിംഗ് ബൂത്തുകളിൽ കനത്ത സുരക്ഷ. ആദ്യഘട്ട വോട്ടെടുപ്പിൽ രേഖപ്പെടുത്തിയത് 70.9% പോളിംഗ്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ്. ഗ്രാമിന് 80 രൂപയും പവന് 640 രൂപയും കൂടി. 9560 രൂപയിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം. ക്രിസ്തുമസ് സീസണിൽ സ്വർണ്ണവില ഉയർന്നു നിൽക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. പത്തനംതിട്ട അടൂർ വടക്കടത്തുകാവിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ ലോറിയിലിടിച്ച് അപകടം. 6 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനം. വിഷ്ണു നൽകും കൂടുതൽ വിശദാംശങ്ങൾ. വിഷ്ണു, തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരന്തരം അപകട വാർത്തകൾ തന്നെയാണ് പത്തനംതിട്ടയിൽ നിന്നും വരുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഒരു അപകട വാർത്ത. കാർ ലോറിയിലിടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. 6 പേർക്ക് പരിക്കേറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്? അപകട കാരണം എന്താണ്? ലോറിയിലിടിച്ച് അപകടം 6 പേർക്ക് പരിക്കേറ്റു. ശബരിമലയിൽ തീർത്ഥാടകർക്കാണ് സംഭവം ഉണ്ടായിരുന്നത്. പരിക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയാണ് അപകട കാരണമെന്നാണ് സംശയം. ഏതായാലും 6 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ശബരിമല മണ്ഡല തീർത്ഥാടനം തുടങ്ങിയ നാളും പോലെ നിരവധി അപകട വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആ അപകട വാർത്ത ഇതും ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഉണ്ടാകാതെ പോയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും 6 പേർക്ക് പരിക്ക് സംഭവിച്ചിരിക്കുന്നു. അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണമെന്നാണ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല, ശബരിമല തീർത്ഥാടനം തുടങ്ങിയ അവസരത്തിൽ തന്നെ ഇതുപോലെയുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും സർക്കാരിന്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായതാണ്. വലിയ ദൂരത്തിലുള്ള യാത്രയാണ് ശബരിമലയിൽ നിന്നുള്ള തീർത്ഥാടകർ എടുക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി തീർത്ഥാടകർ ശബരിമലയിൽ എത്താറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അനവധി സമയമെടുത്ത് ഈ തീർത്ഥാടകർ എത്തുമ്പോൾ അവരുടെ ഉറക്കത്തെയൊക്കെ ബാധിക്കുമ്പോൾ അത് വലിയ തരത്തിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ 6 പേർക്ക് അപകടമുണ്ടായിരിക്കുന്നു. അതൊക്കെ അവരുടെ ഉറക്കക്കുറവ് മൂലമൊക്കെയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ അപകടം ഉണ്ടാകാതിരുന്നത് തലനാരിഴയ്ക്ക് തന്നെയാണ്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണ്. ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഇങ്ങനെ പതിവാകുമ്പോൾ അധികൃതർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മാറ്റങ്ങളൊക്കെ ഈ പാതയോരത്തൊക്കെ ഇതുപോലെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. യാതൊരു വിധത്തിലും ഉറക്കമുളച്ചൊക്കെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അതിന്റെ ദോഷവശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൂര തലത്തു നിന്നെത്തുന്നവർ ഇതൊന്നും അവഗണിക്കാതെ
ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള അപകടത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ ഇതുപോലെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങളൊന്നും ആശുപത്രി അധികൃതർ വെളിവിട്ടിട്ടില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും സുരക്ഷിതമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ശരി, വിഷ്ണു പുതുശ്ശേരിയാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അടൂർ വടക്കുംകടത്ത് പാവിലാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ ലോറിയിലിടിച്ച് അപകടം നടന്നത്. 6 പേർക്ക് പരിക്കേറ്റു. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് ഇപ്പോഴുള്ള നിഗമനം. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ സംസ്ഥാനത്ത് മറ്റിടങ്ങളിലെല്ലാം ഇങ്ങനെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. മലപ്പുറം കോട്ടയ്ക്കലിലും പുത്തൂരിൽ കൂട്ടവാഹന അപകടം നടന്നിരിക്കുകയാണ്. രാവിലെ 7:30 സംഭവം നടന്നത്. ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി നിരവധി വാഹനങ്ങളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. തുടർന്ന് ലോറി തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിലും ട്രാൻസ്ഫോമറിലും ഇടിച്ചാണ് നിന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജിഷാദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ജിഷാദ്, വലിയ ഒരു അപകടം, തലനാരിഴയ്ക്കാണ് അത്ഭുതകരമായി ഇവരെല്ലാം രക്ഷപ്പെട്ടതെന്ന് പറയാം. കാരണം അത്ര വലിയൊരു ലോറിയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ട കുറേയധികം വാഹനങ്ങൾ ഇടിച്ചു തെറിപ്പിച്ച് വന്നിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അക്ഷയ, ബുധനാഴ്ച രാവിലെ 7:30 കോട്ടക്കൽ പുത്തൂരിൽ അരീച്ചോട് എന്ന സ്ഥലത്ത് അപകടമുണ്ടായത്. ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഈ ലോറി കാറിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത്. നിരവധി വാഹനങ്ങൾ ഇടിച്ചാണ് ഈ അപകടം നടന്നത്. തൊട്ടടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് ഈ ലോറി നിൽക്കുകയായിരുന്നു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിലൊരു കുട്ടിയുടെ നില സീരിയസ് ആയി തുടരുകയാണ്. ഇവരെ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പലരുടെയും നില ഗുരുതരമാണ്. അപകടത്തെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതി സംവിധാനം നിലച്ചിട്ടുണ്ട്. ഈ ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. മാത്രമല്ല, ആഴ്ചകൾക്ക് മുമ്പ്, അതായത് മാസങ്ങൾക്ക് മുമ്പ് ഇതേ രൂപത്തിൽ ഈ കോട്ടക്കൽ പുത്തൂരിൽ വാഹനാപകടം നടന്നിരുന്നു. അതും ഇതുപോലെ ലോറി ബ്രേക്ക് നഷ്ടപ്പെട്ട് മറ്റു വാഹനങ്ങൾ ഇടിക്കുകയായിരുന്നു. ഇതിൽ ഒരു മരണം സംഭവിച്ചിരുന്നു. ഇന്നുണ്ടായതും സമാന രൂപത്തിലുള്ള അപകടമാണ്. അപകടത്തിൽ നിരവധി പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. പരിക്കേറ്റവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. ഇതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നെന്നാണ് ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അക്ഷയ, ഈ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് തന്നെയാണോ ഈ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? മാത്രമല്ല, ഈ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? അക്ഷയ, പുത്തൂരിൽ ഈ അപകടം അതായത് ഇന്ന് നടന്ന അപകടം, കഴിഞ്ഞ മാസം നടന്ന അപകടം സമാന സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ബ്രേക്ക് നഷ്ടപ്പെട്ട ലോറി ഇതുപോലെ വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇന്നും അതുപോലത്തെ സംഭവമാണ് ഉണ്ടായത്. അതായത് ലോഡ് കയറ്റി വന്ന ലോറി വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഈ അരിച്ചോൾ എന്ന ഭാഗം ഒരു കുത്തനെയുള്ള കയറ്റവും ഇറക്കവും വരുന്ന ഒരു ഭാഗമാണ്. ഈ വാഹനങ്ങളുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടാവാം ഈ ലോറിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറാൻ കാരണമായത്. കഴിഞ്ഞ മാസം സമാന സംഭവമാണ് നടന്നത്. അതിൽ ഒരു ആള് മരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതുപോലെ ഒരു സമാന സംഭവമാണ് നടന്നിട്ടുള്ളത്. അക്ഷയ, ശരി. മലപ്പുറത്ത് 2 അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്ത്. മലപ്പുറം കോട്ടയ്ക്കലാണ് പുത്തൂരിൽ കൂട്ടവാഹനാപകടമുണ്ടായത്. രാവിലെ 7:30 സംഭവം. ഉറക്കത്തിൽ ഈ ഒരു ഇറക്കവുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് നഷ്ടപ്പെട്ടപ്പോൾ ലോറി നിരവധി വാഹനങ്ങൾ ഇടിച്ചാണ് അപകടമുണ്ടായത്. അതുപോലെ തന്നെ മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് സ്കൂട്ടിയും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അപകടത്തിൽ ആശുപത്രി ജീവനക്കാരിക്ക് ദാരുണാന്ത്യം. വലമ്പൂർ പൂപ്പാലം സ്വദേശി സുജാതയാണ് മരിച്ചത്. മാത്രമല്ല, ഇപ്പോൾ 2 അപകടങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ കൂടുതൽ നടപടികളൊക്കെ തുടരുകയാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ പെരുകുകയാണ്. അതിൽ കണ്ണും പൂട്ടി നിൽക്കുന്ന കുറേയധികം നിയമവ്യവസ്ഥകൾ മാത്രമാണ് ബാക്കിയാവുന്നത് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രൻ നാരായണൻ കൂടെ നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചേരുന്നുണ്ട്. സാർ, നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ശബരിമല തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട നിരവധി അപകട വാർത്തകൾ തന്നെയാണ് പത്തനംതിട്ട ഭാഗത്തുനിന്ന് വരുന്നത്. മിക്കപ്പോഴും ഉറക്കം അല്ലെങ്കിൽ ഈ സ്പീഡ് ഇതൊക്കെ തന്നെയാണ് പ്രശ്നമായി വരുന്നത്. ഈ ഒരു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ പെരുകുമ്പോൾ അതിന് വേണ്ടത്ര ഒരു നടപടിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രമീകരണങ്ങളൊന്നും അവിടെ ഇല്ല. സാധാരണ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഈ തീർത്ഥാടകർക്ക് സഞ്ചരിക്കാൻ വേണ്ടി മറ്റൊരു പാത അല്ലെങ്കിൽ അതിനുള്ളൊരു സൗകര്യം കൂടുതലായി ഏർപ്പെടുത്തേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ്. മാത്രമല്ല, ഈ ഉറങ്ങിപ്പോവുക എന്നൊക്കെ പറയുന്നത് ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ്. ഉറക്കം വന്നാൽ ഉറങ്ങണം എന്നുള്ളൊരു ശീലം അവർക്കിടയിൽ ഇല്ലാതാകുന്നു. എന്താണ് ഈ അപകടങ്ങൾ പെരുകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ? വളരെ ദാരുണമായിട്ടുള്ള അപകടങ്ങളാണ് നമ്മുടെ ശബരിമല ഈ തീർത്ഥാടന സമയത്ത് പല ജില്ലകളിലും സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിൽ
പത്തനംതിട്ട അയ്യപ്പന്റെ സ്വന്തം ജില്ലയാണ്. ആ ജില്ലയില് ഈ ദേവസ്വം ബോർഡിന്റെ മുന്നൊരുക്കങ്ങളുടെ കൂട്ടത്തിൽ റോഡ് സുരക്ഷയും കൂടി അവര് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. അതായത് നമ്മളുടെ സ്റ്റേറ്റിലേക്ക് അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കേരള സർക്കാരിനുണ്ട്, കൂടാതെ ദേവസ്വം ബോർഡിന് ഉണ്ട്. കാര്യം ഈ പാതകളിലെല്ലാം തന്നെ അയ്യപ്പന്മാരെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നട അടയ്ക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് എത്തിച്ചേരാനുള്ള ചില പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് പ്രീ പ്ലാൻഡ് ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോഴ്, കർണാടകയിൽ നിന്ന് വരുമ്പോഴ് ഈ ഗതാഗത കുരുക്കും മൂലം, പ്രത്യേകിച്ച് ഈ തൃശ്ശൂരൊക്കെ വലിയ ഗതാഗത കുരുക്കാണ്, മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്ക് കഴിയുമ്പോഴേക്കും പിന്നെ അവര് റെസ്റ്റ് എടുക്കാൻ നിൽക്കില്ല. അതാണ്, ഡ്രൈവർക്ക് വേണ്ട വിശ്രമം കൊടുക്കാൻ നിൽക്കില്ല, വെച്ച് പിടിച്ചങ്ങ് പോവും. പിന്നെ അതേമാതിരി ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന അയ്യപ്പന്മാരും അതേ സ്പീഡിൽ തന്നെ സ്വന്തം നാട്ടിലെത്താനുള്ള വ്യഗ്രതയില് സുരക്ഷ മറന്നു. റോഡിൽ ഉറങ്ങാനായിട്ടുള്ള സംവിധാനം ഒന്നും അവർ ചെയ്യാറില്ല. പിന്നെ വേണ്ടത്ര സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് ഒന്ന് ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ചിന്തിക്കണം. നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് അയ്യപ്പന്മാരുടെ യാത്ര സുഖകരവും സുരക്ഷിതവുമാക്കാനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് വിശ്രമിക്കാനുള്ള സങ്കേതങ്ങൾ എങ്ങും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവര് വാഹനം നിർത്താതെ ഓടിച്ചു പോകും. 8 മണിക്കൂർ കൂടുതലും മറ്റും ഈ കാലത്ത് ഡ്രൈവിംഗ് അവേഴ്സ് പാടില്ല. ഭാഗ്യത്തിന് ഈ അയ്യപ്പന്മാർ യാത്ര ചെയ്ത വാഹനത്തിന്റെ എയർ ബാഗുകളൊക്കെ വെളി വന്നുകൊണ്ടാണ് മരണം സംഭവിക്കാഞ്ഞത്. ആ വാഹനം പൂർണ്ണമായിട്ടും തകർന്നുപോയി. പക്ഷെ സീറ്റ് ബെൽറ്റ് ഇട്ടത് മൂലം എയർ ബാഗ് ഓപ്പണായി രക്ഷപ്പെടുത്തി. പക്ഷെ ഇതുപോലെ ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല. അത് വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തണം. അതായത് നമ്മൾ മുന്നൊരുക്കങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴേ അത് ഒരു പുറം മേനിക്കുള്ള മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മുടെ അയ്യപ്പന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ദേവസ്വം ബോർഡിന് പരമപ്രധാനമായ കടമയുണ്ട്. മുമ്പെങ്ങും ഇങ്ങനെ ഇല്ല. മുമ്പൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അയ്യപ്പ സേവാ സംഘം ഉണ്ടായിരുന്നു. പോലീസിന് ഫണ്ട് കൊടുത്തിട്ട് പോലീസിനെ വിന്യസിക്കുമായിരുന്നു. കട്ടൻ കാപ്പി കൊടുത്ത് അയ്യപ്പന്മാര് യാത്ര ചെയ്യുന്ന സമയത്ത് എവിടൊക്കെ ഉറക്കം വരുന്നുണ്ടോ അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യുമായിരുന്നു. അമ്പലങ്ങളിൽ, ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിൽ കർണാടക ബൗണ്ടറി തൊട്ട് ഇവിടം വരെയും തമിഴ്നാടിന്റെ അതിർത്തി വരെ ഇവിടം വരെയും മിനിമം ഒരു 20-25 സ്ഥലങ്ങളിലൊക്കെ തന്നെ വെടിവെച്ച് വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു മുമ്പ്. അന്നൊക്കെ അപകടങ്ങളും കുറവായിരുന്നു. ഈ പ്രാവശ്യത്തെ മുന്നൊരുക്കങ്ങൾ പ്രാപ്തമല്ല. അതാണ് ഈ അപകടങ്ങൾ കുത്തനെ കൂടിയത്. അത് മാത്രമല്ല, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ മറ്റ് വാഹനങ്ങൾ, ഇപ്പോൾ ഈ ടിപ്പർ ലോറി പോലുള്ള വാഹനങ്ങളൊക്കെ ഈ ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന ഒരു സമയത്ത് അവരെയൊക്കെ മറ്റൊരു പാതയിലൂടെ പോകാനുള്ള ഒരു രീതി, അങ്ങനെ ഒരു ക്രമീകരണങ്ങൾ കൂടെ നടത്തിയാൽ കൂടുതൽ ഉപകാരപ്രദമാകില്ലേ? കാരണം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്രയധികം സ്പീഡിലായിരിക്കും ഈ വിശ്രമമില്ലാതെയുള്ള ഒരു യാത്ര, പെട്ടെന്ന് അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്താനുള്ള ഒരു യാത്ര. ഇതിനൊക്കെ ബന്ധപ്പെട്ട് തന്നെ തീർത്ഥാടകർ അത്രയധികം വേഗത്തിൽ തന്നെയായിരിക്കും സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റം, ക്രമീകരണം കൂടെ നടത്തിയാൽ കുറച്ചുകൂടെ ബെറ്റർ ആകില്ലേ? താങ്കളുടെ ഐഡിയ വളരെ നല്ലതാണ്. പക്ഷെ നമ്മുടെ റോഡുകൾ ഇതിനൊക്കെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതായത് ഇപ്പൊ ശബരിമലയിലുള്ള 2 വരി പാതകളിൽ ഒരു ദിവസം പോകാവുന്ന പരമാവധി വാഹനം 25,000 25,000 പാസഞ്ചർ കാർ യൂണിറ്റ് ആണ് ശബരിമല പോലെയുള്ള ടൂ വേ ട്രാഫിക്കിലൂടെ പോകേണ്ടത്. പക്ഷെ ശബരിമല പത്തനംതിട്ടയിലെ മിക്ക റോഡുകളും 40,000, അതായത് 4 വരി പാതയ്ക്ക് വേണ്ടത്ര ഉൾക്കൊള്ളാവുന്ന വാഹനങ്ങളാണ് 2 വരി പാതയിലൂടെ പോകുന്നത്. അതാണ് ഒരു ബുദ്ധിമുട്ട്. രണ്ടാമത്തെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ വാഹനങ്ങളുടെ വേഗത. അതായത് ഇപ്പോഴത്തെ ടിപ്പർ ലോറികളും ഈ ആക്സിഡന്റിൽപ്പെട്ട ഐച്ചറിന്റെ ലോറിയും പിന്നെ അശോക് ലേലിന്റെ ദോസ്ത് എന്ന് പറഞ്ഞ പിക്കപ്പും ഒക്കെ കാറിനേക്കാൾ വേഗത കൂടുതലാണ്. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ സംവിധാനം ഉണ്ടാകണം. കൂടാതെ രാത്രി കാലത്ത് ഹെഡ്ലൈറ്റുകൾ, ഈ ലോറി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കും പിക്കപ്പ് മാതിരിയുള്ള ലോറിക്കാരെല്ലാം LED ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. അത് ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അടഞ്ഞു പോകും. അങ്ങനെയും അപകടം സംഭവിക്കും. കാര്യം രാത്രി കാലത്ത് നമ്മൾ സ്ട്രെയിറ്റ് അവേ ഡിം ലൈറ്റിൽ പോകേണ്ടതാണ്. പക്ഷെ ഡ്രൈവർമാർ അവർക്ക് വിസിബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടി ഈ നിയമവിരുദ്ധമായിട്ട് LED ലൈറ്റ് പിടിപ്പിക്കുകയും അത് ബ്രൈറ്റിൽ ഇട്ട് പോകുമ്പോൾ എതിരെ വരുന്ന ആൾക്കാർ കണ്ണഞ്ചിച്ച് എവിടെങ്കിലും പോയി മറിഞ്ഞ് ആക്സിഡന്റിൽ പെടും, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ വാഹനത്തിന്റെ മുന്നിലേക്ക് തന്നെ ചെന്നപ്പെടും.
അപ്പൊ പല കാരണങ്ങൾ കൊണ്ടാണ് രാത്രികാല അപകടങ്ങളും ഈ ശബരിമല പാതയിലെ അപകടങ്ങളും ഉണ്ടാകുന്നത്. അത് ബോധവൽക്കരണത്തിന്റെ ആവശ്യം പോയിന്റ് ബൈ പോയിന്റ് ഓരോ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോ ഇലക്ഷൻ സമയം വന്നപ്പോ പോലീസിന്റെ സ്ട്രെങ്ത് വീക്കായി. പിന്നെ അയ്യപ്പന്റെ സന്നിധാനത്തും ആ ഡ്യൂട്ടിയിലും അയ്യപ്പന്മാര് സേവിക്കാനായിട്ട് പോലീസുകാർ പോയിട്ടുണ്ട്. പോലീസിന്റെ എണ്ണം വളരെ കുറവാണ്. ഇതിനൊരു സന്നദ്ധ സേന കേരളത്തിൽ ഉണ്ടാകണം. അതിന് ദേവസ്വം ബോർഡ് രൂപം കൊടുക്കണം. മണ്ഡലകാലത്ത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അയ്യപ്പന്റെ സന്നിധാനത്തേക്ക് ആൾക്കാർ പോകുന്ന സമയത്ത് നമുക്കൊരു വോളണ്ടിയർ ഫോഴ്സിനെ ഉണ്ടാക്കണം. അത് ദേവസ്വം ബോർഡ് അത് ഇപ്പൊ തന്നെ റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥന്മാര് ഹോം ഗാർഡ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്തരക്കാരുടെ സേവനമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും സമാനമായി തന്നെ മലപ്പുറത്ത് 2 അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ തലനാരിഴയ്ക്കാണ് കുറേയധികം വാഹനങ്ങൾ അതിലുള്ള യാത്രക്കാരൊക്കെ രക്ഷപ്പെട്ടത്. ഒരു ലോറിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതോടെയാണ് കുറേ വാഹനങ്ങൾ ഇടിച്ചു നിർത്തുകയായിരുന്നു. പോസ്റ്റിലിടിച്ചാണ് നിർത്തിയതെന്ന് പറയുന്നുണ്ട്. രാവിലെ 7:30 ഈ സംഭവം നടക്കുന്നത്. സാർ, ഒരു കാര്യം നമ്മൾ പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നതാണ്, ഈ ഡേ ടൈമുകളിൽ ഇത്തരത്തിലുള്ള വലിയ ചരക്ക് ലോറികൾ കടത്തിവിടുന്നത് പലപ്പോഴും പല സ്ഥലങ്ങളിലും തടഞ്ഞ് അങ്ങനെ ഒരു നിയമവ്യവസ്ഥയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോഴും നടപ്പിലാകുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ആ വാഹനത്തിന്റെ ഒരു പരിശോധനയൊന്നും കൃത്യമല്ലാതെ ഇരിക്കുമ്പോഴൊക്കെ തന്നെയായിരിക്കും. അത്തരത്തിൽ ഇങ്ങനെ തലനാരിഴയ്ക്കിടയ്ക്കിടയ്ക്ക് ആളുകൾ രക്ഷപ്പെടുക എന്നത് അത്ഭുതത്തോടെ നോക്കുക, എന്നാൽ അത് ഇതിനൊരു മാറ്റവും വരുന്നില്ല. വളരെ ശരിയാണ്, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം മലപ്പുറത്ത് വട്ടപ്പാറ എന്ന് പറഞ്ഞൊരു കൊടും വളവുണ്ടായിരുന്നു. അവിടെ നിത്യേന വാഹനങ്ങൾ വീടുകളുടെ മുകളിലേക്ക് മറിഞ്ഞ് വട്ടപ്പാറ ഇറക്കത്തുള്ള വീടുകൾ, എനിക്ക് തോന്നുന്നു 10-25ഓളം വീട് ഉപേക്ഷിച്ച ആ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. വട്ടപ്പാറ അത് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ്. അപ്പൊ ഈ പർട്ടിക്കുലർ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് വാഹനങ്ങൾ തടയാൻ നിയമമില്ല. പക്ഷെ ടിപ്പർ ലോറികൾ മാത്രമാണ് സ്കൂൾ ടൈമിങ്ങില് രാവിലെയും വൈകിട്ടും അത് ബാൻ ചെയ്തിട്ടുള്ളത് 1 മണിക്കൂർ. പക്ഷെ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഈ പുത്തൂർ കയറ്റം കയറുന്നതിന് കുറച്ച് മുമ്പേ വീതി കൂടിയ സ്ഥലത്ത് ഈ ലോറികൾ ഇങ്ങനെയുള്ള ഈ വണ്ടി ഓവർലോഡഡ് ആണ്. 20 ടൺ അതിന്റെ പേലോഡ് ഉണ്ടെങ്കിൽ 40 ടൺ കയറ്റിക്കൊണ്ടാണ് ഈ ലോറികളൊക്കെ പോകുന്നത്. അപ്പൊ ബ്രേക്ക് ഫെയിൽ ആയി പോകും, നാച്ചുറലാണ്. അപ്പൊ MVD എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇത്തരം വെഹിക്കിൾസ് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പൊ മൊബൈൽ വേ ബ്രിഡ്ജുകളുണ്ട്. ഓരോ വീലിന്റെ അടിയിലും വെച്ച് എത്ര തൂക്കം നമുക്ക് കൂട്ടി ഫൈൻ ഈടാക്കാം. അതായത് സാമ്പത്തികമായിട്ട് നമുക്ക് കുറെ ബെനിഫിറ്റ് കിട്ടുന്നതാണ്. കാര്യം ആദ്യത്തെ 1 ടണ്ണിന് 10,000-ഉം പിന്നത്തെ ഓവർലോഡ് ഓരോ ടണ്ണിനും ഓരോ 1000 വെച്ചിട്ടുള്ളതാണ്. അപ്പൊ 20 ടണ്ണിന് പകരം 40 ടൺ കയറ്റി കഴിഞ്ഞാൽ ഏകദേശം 30,000 രൂപയെങ്കിലും മിനിമം ഫൈൻ ഓരോ വണ്ടിയിൽ നിന്നും ഈടാക്കാൻ പറ്റും. 1. 2, MVD ചെക്ക് ചെയ്യണം ഇതിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി നല്ലതാണോ എന്നൊക്കെ. അതായത് കറക്റ്റ് ആണെങ്കിൽ, പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ പുത്തൂർ മാതിരി വളാഞ്ചേരി സ്റ്റേഷൻ ലിമിറ്റിലെ മറ്റ് ഹില്ലി ടെറയിലേക്ക് കടത്തിവിടാവുള്ളൂ. ഇതിപ്പോ ബ്രേക്ക് പോയി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ നിരപരാധികളുടെ വാഹനങ്ങളിലേക്കാണ് ഇടിച്ചു കയറിയേക്കുന്നത്. ഇത് സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പ്രത്യേകമായിട്ട് MVDയുടെ കാര്യമാണ് പറയുന്നത്. അതിന് പ്രത്യേകം അവർക്കൊരു അറേഞ്ച്മെന്റ്സ് അവിടെ ഉണ്ടാകണം. ഡ്രൈവർമാരെ ബോധവൽക്കരിക്കണം. ഓവർലോഡ് കർശനമായിട്ട് നിയന്ത്രിച്ചാൽ മാത്രം അപകടങ്ങളുടെ ഈ കാഠിന്യം കുറയും. പിന്നെ വാഹനം ചെക്ക് ചെയ്യണം. അതിന്റെ പലതും പെർമിറ്റും മറ്റ് പേപ്പേഴ്സ് അല്ല ചെക്ക് ചെയ്യേണ്ടത്. അതിന്റെ ടെക്നിക്കലായിട്ട് റോഡ് വർത്തി കണ്ടീഷനിലാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ വാഹനം ഓടിക്കാൻ വിടാവുള്ളൂ. തീർച്ചയായും സാർ സൂചിപ്പിച്ച പോലെ തന്നെ, പക്ഷെ ഇപ്പം അതൊന്നും പല സ്ഥലങ്ങളിലും നടപ്പാകുന്നില്ല എന്ന് മാത്രമല്ല, കാണാനേ ഇല്ല. പണ്ടൊക്കെ പല സ്ഥലങ്ങളിലും MVD നിൽക്കുന്നതെങ്കിലും അവരുടെ വാഹനങ്ങളും ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അപൂർവമായിട്ട് മാത്രമാണ് ഈ ഉദ്യോഗസ്ഥരെ നമുക്ക് നിരത്തുകളിൽ കാണാൻ സാധിക്കുന്നത്. അതും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഒരു ലോറി കൂട്ടിയിടിച്ചാണ് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. സ്കൂട്ടിയും ലോറിയും കൂട്ടിയിടിച്ച് ഒരു മരണവും സംഭവിച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഈ ലോറി തന്നെയാണ് പ്രധാന ഘടകമായിട്ട് ഇന്ന് 3 അപകടങ്ങളിലും പ്രധാനമായി നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആരാണ് ശരിയാക്കേണ്ടത് എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്, അല്ലേ സാർ? താങ്കൾ പറഞ്ഞത് ആരാണ് എന്നുള്ള ഉത്തരവാദിത്വം നിൽക്കുന്നത് മോട്ടോർ വാഹന വകുപ്പാണ്. കാര്യം ഈ രാജ്യത്താകമാനം റോഡ് സുരക്ഷ
കൈയാളുന്നത് അതിന്റെ ഉത്തരവാദിത്വം മോട്ടോർ വാഹന വകുപ്പിനാണ്, പോലീസിനല്ല. സാർ, അങ്ങനെയാണെങ്കിൽ ഒരു സംശയം കൂടെ, ഇപ്പോൾ താങ്കളെ പോലുള്ള ഇത്രത്തോളം വിദഗ്ധമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ആളുകളെ എന്തുകൊണ്ട് ഈ ഉദ്യോഗസ്ഥർ സമീപിക്കുകയോ അതിനുവേണ്ട ഒരു മാറ്റങ്ങൾക്ക് ശ്രമിക്കുകയോ ചെയ്യുന്നില്ല? കാരണം കുറേയധികം കാര്യങ്ങൾ ആ ഒരു സിസ്റ്റം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിന് താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയല്ലേ നമുക്കതിലൂടെ മനസ്സിലാകേണ്ടത്? ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് തോന്നുന്നുണ്ടോ? വളരെ ശരിയാണ്. കാര്യം അവർക്ക് എന്നെ താല്പര്യമല്ല. കാര്യം അവരെക്കാൾ ഇച്ചിരിയും കൂടെ പരിചയം കൂടിയ ഒരാളെ അവർക്ക് താല്പര്യമില്ല. അത് ഞാനിപ്പോ യൂണിഫോം ഉള്ള ഓഫീസർ അല്ലല്ലോ. അപ്പൊ അവരുടെ ഈഗോ ക്ലാഷ്, അത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് ആ ക്ലാഷ് ഉണ്ട്. ഞാനാണ് മുന്തിയ തരം റോഡ് സുരക്ഷാ പ്രവർത്തകൻ, പിന്നെ എന്റെ മോൻ കോവൻട്രി പോയി പഠിച്ചു വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിലെ അർത്ഥശൂന്യത. കാര്യം ഞാൻ ഉപേന്ദ്രനാരായൺ എന്ന് പറഞ്ഞ ആള് ഒരു ഡിസ്ട്രിക്ട് പൈലറ്റ് പ്രോജക്റ്റ് 30% ആക്സിഡന്റ് കുറച്ചിട്ടുണ്ട്. എനിക്ക് ഓൾ ഓവർ ഇന്ത്യ ചെയ്യാം, ഓൾ ഓവർ കേരള ചെയ്യാം. അതിന് പെർമിഷൻ തരേണ്ട ആരാണ്? ഗതാഗത വകുപ്പാണ്. അവർ പെർമിഷൻ തരത്തില്ല, അവരെന്നെ കൂട്ടത്ത് പോലും ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപകടം കുറച്ച് അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണ്. അത് മനസ്സിലാക്കാതെ അവരെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രീതിയല്ല. അവർക്കും മേലെ ആരും വരാൻ പാടില്ല. അവരാണ് ഏറ്റവും വലിയ എക്സ്പെർട്ട്. നമ്മുടെ ടോപ്പിക് അത് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അവരെന്നെ വിളിച്ചാൽ ഞാൻ പോവും ചെയ്യും. ഇപ്പൊ ശബരിമല സീസണിൽ നമ്മളിപ്പോ ഈ സന്നിധാനത്തെ അയ്യപ്പ ഭക്തന്മാരുടെ റോഡിലെ തിരക്ക് കുറയ്ക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ സ്വന്തം പൈസ മുടക്കി ഈ പറഞ്ഞ വട്ടപ്പാറ, മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വളവിൽ പോലീസിനെയും കൂടെ വിളിച്ച് കട്ടൻ കാപ്പി കൊടുക്കുമായിരുന്നു. അയ്യപ്പന്മാരുടെ ഈ പത്തനംതിട്ട ജില്ല കടക്കുന്നതിന് മുമ്പ് തന്നെ കട്ടൻ കാപ്പി പ്രയോഗം കൊടുത്ത് അപകടങ്ങൾ കുറയ്ക്കുകയും അവരോട് ബോധവൽക്കരണം ചെയ്യുമായിരുന്നു. ഇപ്പൊ എനിക്ക് പ്രായമായി, പിന്നെ എന്നെ സഹായിക്കാൻ ആരുമില്ല. അറിയാമോ, ഞാൻ ഈ കഴിഞ്ഞ 28 കൊല്ലമായിട്ട് അനേകം കോടികൾ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രൂപ പോലും സർക്കാർ തന്നിട്ടില്ല. എനിക്ക് വേണ്ട. പക്ഷെ എന്നെ ഉപയോഗിക്കുന്നതിന് അവർക്ക് എന്താ തകരാറ്? അത് നിങ്ങൾ മാധ്യമങ്ങളാണ് ചോദിക്കേണ്ടത്. കാര്യം ഇത് നമ്മൾ മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രയത്നമാണ് ഞാൻ ചെയ്യുന്നത്. റോഡ് സേഫ്റ്റി ഈസ് മൈ പാഷൻ. ആൻഡ് ഞാൻ വിദേശത്തു നിന്നൊക്കെ ഇതിന്റെ എക്സ്പെർട്ടീസ് നേടിയ ആളാണ്, ഇവിടെ പ്രൂഫ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ മാധ്യമങ്ങൾ താങ്കളെമാരുള്ളവർ ചോദിക്കുമ്പോഴാണ് ഇതിന് നിങ്ങൾക്ക് ഒരു മറുപടി കിട്ടേണ്ടത്. അപ്പോ അപകടങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ പറ്റുന്നതാണ്. ദീസ് ആർ മാൻ മെയ്ഡ് ഡിസാസ്റ്റർ. അപ്പൊ അതിന് പ്രിവെൻഷൻ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ 52 പുതിയ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൊടുത്തിട്ടുണ്ട് മന്ത്രി. അതൊക്കെ കിടന്ന് തുരുമ്പിക്കുകയാണ്. അല്ലാതെ തന്നെ നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ റോഡിൽ കാണുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ഗതാഗത മന്ത്രി ചിന്തിക്കട്ടെ, അദ്ദേഹം ആക്ട് ചെയ്യട്ടെ. കാര്യം ഈ റോഡ് സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു സങ്കീർണമായ പ്രശ്നങ്ങളായിട്ട് ഉയരുകയാണ്. നമുക്കത് യോജിച്ചല്ല. കാര്യം നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടൂറിസം, യാത്ര, പിന്നെ പിൽഗ്രിം ടൂറിസം, ഇതെല്ലാം വികസിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ സഹജീവികൾ റോഡിൽ പിടഞ്ഞു മരിക്കരുതെന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ എന്റെ ജീവിതം ഇതിനു വേണ്ടി മാറ്റിവെച്ചേക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തുറന്ന ചിന്താഗതിയിൽ ഈ ഒരു സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയാൽ കുറേയധികം വാഹനാപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള ടിപ്സുകളും അത് പ്രായോഗികമാക്കാനുള്ള വ്യക്തികളെ നമുക്ക് ലഭിക്കും. എന്തായാലും നിരത്തുകളിൽ പൊലിയുന്നത് ജീവനുകളാണ്. വാഹനങ്ങൾ കൃത്യമായ രീതിയിൽ അശ്രദ്ധയോടെ ഓടിക്കുന്നത് പല ജീവനുകളെയും എടുക്കുകയാണ്. ഇതിൽ ആരും ഉത്തരം പറയാനില്ല എന്നതാണ് ബാക്കിയാവുന്ന ഒരു ചോദ്യം. മറ്റു വാർത്തകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി പരിഗണിക്കുന്നു. തീരുമാനമെടുക്കുന്നതുവരെ രാഹുലിനെതിരെ നടപടിയെടുക്കുന്നത് തടഞ്ഞിരുന്നു. അഭിജിത്ത് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. വിശദാംശങ്ങൾ. അക്ഷയ, ഉച്ചയ്ക്ക് 2:30 കേസിൽ വിധി വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് വിശദമായിട്ടുള്ള വാദം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അതിനുശേഷം വിധി ഇന്നത്തേക്ക് വേണ്ടി മാറ്റുകയും ചെയ്തിരുന്നു. അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില വാട്സപ്പ് ചാറ്റുകൾ, അനുബന്ധ രേഖകൾ അടക്കമുള്ള വിവരങ്ങൾ പോലീസ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി ഇതിൽ വിശദമായിട്ടുള്ള വാദം കേട്ട ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് ഉച്ചയ്ക്ക് 2:30 തന്നെ വിധി പറയുകയും ചെയ്യും. പരാതിക്കാരിയുടെ മൊഴിയും തെളിവുകളും പ്രോസിക്യൂഷൻ നേരത്തെ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വിധി വരുന്നതുവരെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കരുത് എന്നുള്ളത് കോടതിയുടെ കർശന
നിർദ്ദേശമാണ്. വിവാഹ അഭ്യർത്ഥന നടത്തിയ രാഹുൽ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഔട്ട് ഹൗസിൽ വച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ കേസ്. 23-കാരിയാണ് KPCC അധ്യക്ഷൻ ആദ്യഘട്ടത്തിൽ പരാതി നൽകുകയും പിന്നീട് അത് DGPക്ക് അദ്ദേഹം കൈമാറുകയും പിന്നീട് ഇത് SITയുടെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്കും അന്വേഷണത്തിനും മറ്റുമായിട്ടൊക്കെ തന്നെയും വരികയും ചെയ്തത്. ഈ കേസിൽ രാഹുലിന് നിർണായകമാണ്. രാഹുലിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം വൈകാതെ തന്നെ അറിയാനും കഴിയും. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി 15 വരെ രാഹുലിന്റെ അറസ്റ്റ് തടയുകയും ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ രാഹുലിന് ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിനം തന്നെയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കഴിയുന്നത്. കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയുമാണ്. അഭിജിത്ത്, അതുപോലെ തന്നെ അതിജീവിതയെ സൈബറിടത്തിൽ അധിക്ഷേപിച്ചതിനെ തുടർന്ന് റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ വൈദ്യപരിശോധനയ്ക്ക് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ വരുന്നുണ്ട്. ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ. സൈബറിടത്തിൽ അധിക്ഷേപിച്ചെന്നുള്ള പരാതിയെ തുടർന്ന് റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിനെ അല്പസമയം മുമ്പാണ് ഫോർട്ട് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ കേസിൽ ദിലീപിന് നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പ്രധാനമായും തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത്. തന്നെ മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കി അകത്തിടാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇത്തരത്തിൽ ഒരു ശ്രമം നടത്തുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് പോലീസിനെതിരെ ആക്ഷേപം രാഹുൽ ഈശ്വർ ചൊരിയുന്ന ഒരു സാഹചര്യം ആണ് അല്പസമയം മുമ്പ് നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ കേസ് ഒരു ഭാഗത്ത് നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നിലവിലുണ്ട്. മറ്റൊന്ന്, ഈ അതിജീവിതയെ അധിക്ഷേപിച്ചിട്ടുള്ള കേസിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്കും അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ ഇവർ രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഹരിക്കുന്നത് അത് ഡിസംബർ 15 മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് ഇന്നും ഹാജരാക്കുകയും ചെയ്തിട്ടില്ല. അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഭീഷണിപ്പെടുത്തൽ എന്നിവയുള്ള വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ള 1-ാം പ്രതി രാഹുൽ ഈശ്വറിനെ കോടതി നേരത്തെ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാവുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിൽ അല്പസമയം മുമ്പ് എത്തിച്ചിരുന്നു. ശേഷം അവിടെ നിന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കി വീണ്ടും പോലീസ് സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് താൻ നിരാഹാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വെള്ളം കുടിക്കാതെയും ഒപ്പം തന്നെ ഭക്ഷണം കഴിക്കാതെയും നിരാഹാരം കിടക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. കള്ളക്കേസാണ്. മാത്രമല്ല ദിലീപിന് നീതി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നതടക്കമുള്ള പ്രതികരണങ്ങൾ നൽകിയാണ് രാഹുൽ കടന്നുപോവുകയും ചെയ്തിട്ടുള്ളത്. ശരി, അഭിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പീഡനത്തിനിരയായ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്ക് താൽക്കാലിക ആശ്വാസം. ഈ മാസം 15 വരെ സന്ദീപിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് സന്ദീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അതിജീവിതയുടെ ചിത്രം സന്ദീപിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കുറിപ്പിലൂടെ ഈ വിവരം പങ്കുവച്ചതിനു ശേഷം സന്ദീപ് ചിത്രം നീക്കം ചെയ്തത് ആസൂത്രിതമാണെന്നും സംശയിക്കുന്നുണ്ട്. സംവിധായകൻ PT കുഞ്ഞിമുഹമ്മദിനെതിരായ കേസിൽ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി അന്വേഷണ സംഘം. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് ദിവസങ്ങൾക്കു ശേഷം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. ചലച്ചിത്രമേളയ്ക്ക് വേണ്ടിയുള്ള സിനിമാ സ്ക്രീനിങ്ങിനിടെ ജൂറി ചെയർമാനായ കുഞ്ഞിമുഹമ്മദ് ഹോട്ടലിൽ വെച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയെന്നാണ് സംവിധായകനെതിരെയുള്ള പരാതി. കേസന്വേഷണത്തിന്റെ ഭാഗമായി കുഞ്ഞിമുഹമ്മദിനെയും കണ്ടോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്യും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.